നമ്മുടെ ഈ പാത്രത്തിൽ ഇരിക്കുന്നതാണ് കരിഞ്ജീരകം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും കരിഞ്ജീരകം. അപ്പോൾ ഈ കരിഞ്ജീരകത്തിനൊരു ഉപയോഗമുണ്ട്, അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ കരിഞ്ജീരകത്തിൻ്റെ എനർജി ഒന്ന് ഡൗസിംഗ് റോഡ് വെച്ച് നോക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ എനർജി, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ റോഡുകൾ നമ്മൾ പാരലായിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ കൈകളിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ പോസിറ്റീവാണ് കാണിക്കുന്നുണ്ടോ. റോഡ് രണ്ട് വശങ്ങളിലേക്കും അകന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഒന്നുകൂടി നമുക്ക് മുകളിൽ കൊണ്ടുവന്നാലും ഇതാ, അപ്പോൾ അത് നല്ല ഹൈ പോസിറ്റീവായിട്ടുള്ള സാധനമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കരിഞ്ജീരകം. കരിഞ്ജീരകമാണ് ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, പല കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഇത് കുറച്ച് വീട്ടിൽ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോണത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലക്കാവേരി യാത്ര കഴിഞ്ഞു. അത് അവിടെ നിന്ന് നേരെ മൂകാംബികയ്ക്ക് പോയി. മൂകാംബികയ്ക്ക് പോകാനാണ് ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. പക്ഷേ മൂകാംബികയിൽ മുറി കിട്ടാത്തതുകൊണ്ട് തിരക്കായതുകൊണ്ട് ഉപേക്ഷിച്ചു. പക്ഷേ ദേവി അവിടെ ചെന്നപ്പോൾ വിളിച്ചു, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ തലക്കാവേരിയിൽ നിന്ന് രാവിലെ നേരെ വിട്ട് വണ്ടി ഓടിച്ച് അങ്ങോട്ടേക്ക് പോയി. മൂകാംബികയ്ക്ക് പോയി ജസ്റ്റ് അവിടെ പോയി തൊഴുതു, രഥത്തിൽ കയറി തൊഴുതു, അപ്പം തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ പിന്നെ വന്നിട്ട് കണ്ണൂർ പയ്യന്നൂർ ഒരു നമ്മുടെ ക്ലയൻറ്റിൻ്റെ വീട്ടിലാണ് അത് താമസിച്ചത്. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പറശ്ശിക്കട മുത്തപ്പനെ തൊഴുതിട്ട് തിരിച്ച് വീട്ടിലെത്തി. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. പോയി വന്നപ്പോൾ നമ്മുടെ എനർജിയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു ഫീല് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ വന്ന ദിവസം ഫസ്റ്റ് ഡേയിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി ഹൈ എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാധാരണ നമ്മൾ എവിടെ പോയാലും അങ്ങനെയാണ്. അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ ഇതേപോലെ ക്ഷീണം ഉണ്ടാവും. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, ഒരു തളർച്ച ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരു എനർജി ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആത്മീയവാദിയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഈ മരിച്ച വീട്ടിൽ പോകാൻ ഭയങ്കര മടിയാണ്, പേടിയുമാണ്. അവിടെ ചെന്നാൽ വലിയ കുഴപ്പമുണ്ടാവുമോ, നെഗറ്റീവ് എനർജി കയറുമോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആൾക്കാർ എന്നോട് വരാറുണ്ട്. ആക്ച്വലി ഇത് എന്നെയും അലട്ട് ചെയ്തൊരു പ്രശ്നമായിരുന്നു. അതായത് ഈ പാതയിൽ സഞ്ചരിച്ചു തുടങ്ങിയ സമയത്ത് മരിച്ച വീട്ടിൽ ഞാൻ പോയില്ലായിരുന്നു. ഇത് പറയണത് മോശമാണെന്ന് അറിയാം. എന്നിരുന്നാലും ആ സമയത്തൊരു വല്ലാത്ത സിറ്റുവേഷനായിരുന്നു, കൺഫ്യൂഷനായിരുന്നു ഭയങ്കര. അപ്പോൾ മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും ഭയങ്കര ഉറക്കം വരലും കോട്ടുവായിടലും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്നാലും ഭയങ്കര തലവേദനയായിരിക്കും. അപ്പോൾ ഞാൻ പരമാവധി ഒഴിവാക്കാറുണ്ട് മരിച്ച വീടുകൾ. നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ സ്ഥലത്ത് വീട്ടിൽ പോകാതിരിക്കാൻ പറ്റില്ല, അപ്പോൾ അവിടെയൊക്കെ പോകും. അല്ലാതുള്ള സ്ഥലങ്ങളിൽ പോകൽ വളരെ അപൂർവമാണ്. ഇപ്പോഴും അധികം അങ്ങനെ പോകാറില്ല. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതിനുള്ളൊരു വിദ്യ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ചോദിക്കുന്നത്. കാരണം ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഒരു ചോദ്യം. അപ്പോൾ ഞാനത് ആദ്യം തന്നെ ആ ഒരു ഐറ്റം എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് സാധനം, കരിഞ്ജീരകം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഈ സാധനം. കറുത്ത കളറിലുള്ള ഒരു ജീരകം ഇതാണ്. ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് കരിഞ്ജീരകം കണ്ടോ. ഇതാണ് സാധനം. ഇത് കുറച്ച് വാങ്ങി വെക്കുക വീട്ടിൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ പരീക്ഷ നോക്കിയിട്ട് ഇത് എഫക്റ്റീവായിട്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഞാനത് 1-2 പ്രാവശ്യം പരീക്ഷിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ഒരു വെള്ള തുണിയിൽ, കോട്ടൺ തുണിയിലാണ് ഇങ്ങനെ കിഴി കെട്ടേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ തുണി വെള്ള തുണി ഇല്ലാത്ത തുണി ഞാൻ ഇങ്ങനത്തെ കിഴിയിലാണ് കെട്ടി വെച്ചേക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കിഴിയിൽ സാധനം കെട്ടി വെച്ചിട്ട് നിങ്ങൾ ഈ സാധനം കൈ കൊണ്ടുപോവുക മരിച്ച വീട്ടിൽ പോകുമ്പോൾ. മരിച്ച വീട്ടിൽ നിന്നല്ല, നിങ്ങൾ എവിടെയെങ്കിലും അതുപോലുള്ള സ്ഥലങ്ങളിലോട്ട്, നെഗറ്റിവിറ്റി ഉള്ള സ്ഥലങ്ങളിലോട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കിഴി കെട്ടിയിട്ട് നിങ്ങൾ ഇവിടെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോക്കറ്റിലിടുക. നിങ്ങളുടെ പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റിലോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലുമൊക്കെ ഇതിങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡൗസിങ് റോഡ് വെച്ചിട്ട് ഞാനത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ
കിഴി കെട്ടി കയ്യിൽ കൊണ്ടുപോകാം. നെഗറ്റിവിറ്റി നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് വർക്കായി. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അത്ര ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ, ചെറിയൊരു കാര്യമല്ലേ. അപ്പോൾ അത് സേഫായിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. അപ്പോൾ മരിച്ച വീട്ടിൽ പോകാനായിട്ട് നിങ്ങൾ ഒരു വിഷമിക്കണ്ട, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് നോക്കണ്ട, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വരും. ഓൾറെഡി അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കാരണം എനിക്കൊക്കെ അത് വളരെയധികം എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം സമൂഹത്തിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പല സ്ഥലങ്ങളിൽ പോകാത്തതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കും. അയാൾക്ക് വലിയ ഗമയാണ്, അയാൾ വലിയ അഹങ്കാരിയാണെന്ന് പറയുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ഇപ്പോഴും അങ്ങനെ എന്നെ കാണുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെ ബന്ധുക്കളാണെങ്കിലുമൊക്കെ പലരും അങ്ങനെ കാണുന്നവരുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണെന്നുള്ളത് എന്നെ ശരിക്കും നല്ലോണം അറിയുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആകുന്നതെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ മാത്രമല്ല, ഇത് ആത്മീയവാദിയിൽ സഞ്ചരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എല്ലാവരും വിഭിന്നരായിട്ടാണ് ജീവിക്കുന്നത്. സമൂഹത്തിൽ സാമൂഹികമായ ഒരു ലൈഫ് അവർക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സ്, അങ്ങനെ സർക്കിളുകൾ, പിന്നെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇൻട്രാക്ഷൻസ്, കമ്പനി കൂടൽ, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയായിട്ട് നടക്കുന്നു, ഒറ്റയായിട്ട് അങ്ങനെ സഞ്ചരിക്കുന്നു, ഇങ്ങോട്ട് പോകുന്നു. ആ ഒരു ലൈഫാണ്. എൻ്റെ നല്ല 2-3 ഫ്രണ്ട്സുകളുണ്ട്, സ്പിരിച്വൽ മേഖലയിലുള്ള 2-3 പേരുണ്ട്. അവരും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. കാരണം അതങ്ങനെയാണ്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വ്യത്യസ്തമായ രീതിയിലാണ് ആത്മീയവാദികളിൽ സഞ്ചരിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും, കേൾക്കുന്നവരും അങ്ങനെ ചിലപ്പോൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, അങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ സാഹചര്യങ്ങൾ നേരിടാനായിട്ട് തരണം ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആളെ ഒറ്റപ്പെടുത്തും, നമ്മളെ പരിഹസിക്കും, പുച്ഛിക്കും, ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. കാരണം പിന്നെ ഒരു അൾട്ടിമേറ്റ് ലവ് ആൻഡ് ഹാപ്പിനെസ്സിലേക്കാണ് നമ്മൾ എത്തുക. ഈ ആത്മീയതയുടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആത്മീയവാദത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറേ വിഷൻസ് വേണം, അല്ലെങ്കിൽ കുറേ സിദ്ധികൾ വേണം, അല്ല അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ. ചിലരങ്ങനെയല്ല, ചില മോക്ഷത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഈ പാതയിൽ വരുന്ന ആൾക്കാരുണ്ട്. രണ്ടുമുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഷോ ചെയ്യാൻ പറ്റിയ ചില കഴിവുകൾ, അവൻ്റെ ഭാവി പറയൽ, ഭൂതം പറയൽ, പ്രശ്നം പറഞ്ഞു കൊടുക്കൽ, അങ്ങനത്തെ സിദ്ധികൾ, പല പല സിദ്ധികൾ, അത് അവൈക്കണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പം അങ്ങനെ ഭയങ്കര സിദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാനുള്ളൊരു കഴിവ് എനിക്ക് ദേവി തന്നിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പോഴും ഒരു ശാന്തമായ ഭാവം. എന്നെ മുമ്പൊക്കെ അറിയുന്നവർക്കറിയാം, ഞാനിപ്പോൾ ശാന്തമായിട്ട് സംസാരിക്കുമ്പോൾ പലരും എനിക്ക് നോക്കാറുണ്ട്, ഇവരെന്താണ് മാറിയല്ലോ, ഇയാൾക്ക് എന്താണ് ഭയങ്കര മാറ്റം എന്നുള്ള രീതിയിൽ നോക്കാറുണ്ട്. കാരണം മുമ്പ് ഞാനിങ്ങനെ എഴുന്നില്ല, ഭയങ്കര സ്പീഡുമായിരുന്നു സംസാരിക്കുമ്പോൾ. അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു പണ്ടൊക്കെ. ആൾക്കാരെയൊക്കെ എന്താണ് ആൾക്കാരോടൊക്കെ മോശമായിട്ടൊക്കെ ചാടിക്കടിച്ച് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശാന്തമായി ഒഴുകുന്നൊരു പുഴ പോലെയാണ്. മറ്റൊക്കെ പറഞ്ഞു എനിക്ക് തന്നെ വന്നാറുണ്ട്, ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളത്. എൻ്റെ വീഡിയോസ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ ശാന്തമായ രീതിയിലാണല്ലോ ഞാൻ സംസാരിക്കണേ എന്നുള്ളത്. അപ്പോൾ ഒരു അൾട്ടിമേറ്റ് ലവ് ആൻഡ് ഹാപ്പിനെസ് അതിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ വെറുതെ ഇരുന്നാലും ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എനിക്കൊരു ശാന്തമായൊരു ഭാവം, ഒരു ചിന്തകളുമില്ല, തോട്ട്ലെസ് സ്റ്റേറ്റ്. അതായത് എപ്പോഴും ഞാൻ മെഡിറ്റേഷനിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലാണ്. ഇതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു മായലോകത്തിലൊന്നുമല്ല. നമ്മൾ ഒരു നോർമൽ ലൈഫിൽ വീടും കുടുംബമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾ തന്നെയാണ് ഞാനും. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുന്നാലും അത് മുമ്പൊന്നും ഇല്ലാത്തൊരു സംഗതിയായിരുന്നു ഈ ഒരു സാധനമൊക്കെ ഉള്ളത്. ആ ഒരു ഹാപ്പിനെസ്, ഒരു എന്താണ്, എങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലാക്കാതെ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഒരു ഡോഗിനെ കണ്ടാലുണ്ടാവുന്നൊരു സന്തോഷം, ഒരു പൂച്ചിനെ കണ്ടാലുള്ള സന്തോഷം, പിന്നെ ഒരു ചെടി, അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു മരത്തിനടുത്ത് പോയി നിന്നാലുള്ളൊരു ഹാപ്പിനെസ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പട്ടിനെ കണ്ടു കഴിഞ്ഞാൽ കല്ലൊക്കെ എടുത്ത് അതിനെ എറിയും, ഓടാന്ന് പറയും. ഇപ്പം അങ്ങനെ പറയാൻ തോന്നില്ല. അതിനെ കാണുമ്പോൾ അതിനോടുള്ളൊരു ലവ് ഇങ്ങനെ വരും. അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് പലപ്പോഴും. ഇതാണ് ആക്ച്വലി എൻ്റെ ഒരു അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ആത്മീയതയുടെ അവസാനത്തെ ഭാഗമാണോ അല്ലെങ്കിൽ ഇനി ഉണ്ടോ അങ്ങോട്ടേക്ക്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പച്ചയായിട്ട് പറഞ്ഞാൽ അതാണ് സത്യം. പക്ഷേ
എനിക്കിങ്ങനെ ഇരുന്നാൽ മതി, എനിക്കിതാണ് ഇഷ്ടം. കാരണം ഇതിനകത്തൊരു വലിയൊരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ എൻ്റെ വീഡിയോയിൽ മുഴുവനും നെഗറ്റീവ് എനർജി, ബാധ, പ്രേതം, ഇത്തരം വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയോ, എനിക്കതൊന്നും അത്ര ഇഷ്ടമുള്ളതൊന്നുമല്ല. പക്ഷേ ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് അത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ അല്ലാതുള്ള എന്തോരം കാര്യങ്ങൾ വേറെ പറയാണ്ടെന്നറിയോ, പോസിറ്റീവായിട്ടുള്ള പല പല കാര്യങ്ങൾ, അനുഭവങ്ങൾ, പല പല കാര്യങ്ങൾ, ആത്മീയവാദികളുള്ള പല പല തമാശകൾ, കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊന്നും ആൾക്കാർക്ക് കേൾക്കാൻ വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അവൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം, എൻ്റെ ബാധന എങ്ങനെ മാറ്റാം, എൻ്റെ പ്രയത്നം എങ്ങനെ ഒഴിവാക്കാം. കാരണം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ള കാര്യം തന്നെയാണ്. കാരണം ഒത്തിരി ആളുകൾ സ്ട്രഗിൾ ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ ഈ മഹാകാളി ഹീലിംഗ് തുടങ്ങിയ ശേഷം കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണോ നമുക്ക് ചുറ്റുമുള്ളത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ആളുകൾ എല്ലാത്തിൻ്റെയും നടുക്ക് കിടന്ന് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് പോകേണ്ടത്. അപ്പം അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരാളെ കണ്ട് അയക്കടത്തി ചെന്ന് ശരിയാവുണ്ടാകുമ്പോൾ അടുത്ത ആളത്ത് പോകുന്നു. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങും അവർക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല, കൃത്യമായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആളുകൾ മടുത്തിരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കത് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് കുറച്ചെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, പൂർണ്ണമായിട്ട് എന്ന് ഞാൻ പറയില്ല, കാരണം പൂർണ്ണത കൊടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല, അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ നല്ല നല്ല മാറ്റങ്ങൾ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കെന്ന് പറയാനുള്ളത് ശരിയല്ല, ദേവിക്ക് സാധിച്ചിട്ടുണ്ട്. ദേവിയിലൂടെ, അല്ലെങ്കിൽ എന്നിലൂടെ ദേവി ചെയ്തിട്ടുണ്ട്. അതായിരിക്കും ശരി, കറക്റ്റ് വാക്കാതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ അഹങ്കാരമായി പോകും. അപ്പം അങ്ങനെ അതിലെനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒത്തിരി ആളുകൾ നല്ല നല്ല കാര്യങ്ങൾ എന്നെപ്പറ്റി പറയുന്നുണ്ട്. പുതിയ പുതിയ ആളുകളിലേക്ക് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ക്ലയൻസിൻ്റെ അടുത്ത് വീണ്ടും വരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ചെയ്തു കൊടുക്കാനുള്ള ഒരു സമയക്കുറവ് ഇപ്പോൾ നല്ലോണം ഉണ്ട്. പിന്നെ ഓവർലോഡാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര നാൾ ഈ മഹാകാളി ഇല്ലെങ്കിൽ കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് ഞാനതിനെപ്പറ്റി ആലോചിച്ചായിരുന്നു ഗൗരവമായിട്ട്. കാരണം ഇപ്പോൾ ചില ആളുകളുടെ കേസുകൾ ചെയ്യുമ്പോൾ വല്ലാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. സങ്കീർണമായ ചില ആളുകളുടെ, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരുടെ. ചെറുപ്പക്കാരെ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല, കുട്ടികളിലേക്കാണ് ഈസി ആയിട്ട് ചെയ്യുക. പ്രായം കൂടുന്തോറും ഓരോരുത്തരുടെ ബാധകളുടെ എണ്ണം കൂടുതലായിരിക്കും, അവരുടെ സ്ട്രഗിൾ കൂടുതലായിരിക്കും. അപ്പോൾ ഏജുള്ള ആൾക്കാരെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രയാസം ഉണ്ടാവുന്നത്. ഇന്നിപ്പോൾ ഞാൻ 2 പേരുടെ ചെയ്തു, ഏജുള്ള ആൾക്കാരുടെ. ആ രണ്ടും കുറച്ച് ടഫ് ജോബായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ദൈവയുടെ കാര്യം കൊണ്ട് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞത് ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ ഈ ഒരു കാര്യമാണ്. അപ്പോൾ കിഴിയിൽ നിങ്ങൾ കെട്ടിയിട്ട് ഇതേപോലെ കൊണ്ടുപോവുക. മരിച്ച സ്ഥലങ്ങളിലോട്ടോ നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലങ്ങളിലോട്ടോ ഒക്കെ പോകുമ്പോൾ നിങ്ങളിത് പരീക്ഷ നോക്കുക കേട്ടോ. പരീക്ഷയുടെ നിങ്ങളുടെ റിസൾട്ട് പറയാം. അപ്പോൾ നിസ്സാരമായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയേക്കാം. പരീക്ഷയിട്ട് കമൻറ്റിൽ നിങ്ങൾ ഇടണം നിങ്ങൾക്ക് അത് വർക്കാവണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ വേറൊരു പോയിൻ്റ് കൂടി ഉണ്ട്. ഈ സാധനം നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് എനർജി കയറിയിട്ടുണ്ടാവോ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിത് രണ്ടാമത് ഉപയോഗിക്കരുത്, പുതിയത് കൊണ്ടുപോകാം. പുതിയത് കിഴി ഇത്ര വലുത് വേണമെന്നില്ല, ഇതിൻ്റെ പകുതി മതി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പകുതി മതി. ശരിക്കും നമ്മൾ എള്ളുതിരിയൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു ചെറിയ കിഴി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 5-6 കിഴി ഉണ്ടാക്കി വെച്ചേക്കാം വീട്ടിൽ. അപ്പോൾ ഒരെണ്ണെടുത്ത് കൈ പിടിക്കാൻ പോവുക, അത് വന്ന വഴിക്കവിടെ വെള്ളത്തിലെവിടെയും കളയുക, വീട്ടിൽ വരിക. ഇനി പിന്നെ വീണ്ടും എവിടെയെങ്കിലും ഇതുപോലെ മരിച്ചെടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത കിഴി എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ ചെയ്ത് പരീക്ഷിക്കുക. കമൻറ്റുകൾ ഇടണം, കാരണം എനിക്കിതൊരു നിരീക്ഷണ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരോട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.